ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരഞ്ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി, അവരുടെ വിഷയങ്ങൾ ഞാൻ സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവർ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ള വേഷം കെട്ട് കാണിച്ചാൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിവിടെ സംസാരിക്കില്ല എന്നുള്ളതാണ് തീരുമാനം. ആദ്യകാലത്ത് അവരൊരു റീൽസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിരെ വന്നിരുന്ന വിമർശനം, ഒരു വിധവ എങ്ങനെ കാണിക്കാമോ, അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ള ചില വിമർശനം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ നമ്മൾക്ക് രേണു സുധിയോടൊപ്പം നിന്ന് തന്നെയാണ് സംസാരിക്കാനുള്ളത്. കാരണം ഒരാളെ ഒരു ഫ്രെയിമിൽ നിർത്തി ഒരു വിധവ ഇങ്ങനെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് കരിയർ തിരഞ്ഞെടുക്കണം, ഏത് രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ശരീര സൗന്ദര്യമോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ആകൃതിയോ അനുസരിച്ചുള്ള കാര്യത്തിൽ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അഭിനയം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും. ഇതുവരെ കണ്ടുള്ളതിൽ ഫോട്ടോഷൂട്ടായാലും അഭിനയമായാലും പാട്ടായാലും നല്ല മോശം പരിപാടിയാണ്, നല്ല ബോറാണ് കാണാനായിട്ടുള്ളത്. അപ്പോൾ ആ ബോറായ സംഭവം ബോറാണെന്ന് തന്നെ പറയും. പക്ഷേ ഇതിനിടയിൽ ഇവർ ചെയ്തൊരു കാര്യം, ഇത്തരത്തിൽ വരുന്ന നെഗറ്റീവ് കമൻസ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് കമൻസിന് ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നെഗറ്റീവ് കമൻസ് കിട്ടാൻ വേണ്ടി തന്നെ കുറേ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക. നെഗറ്റീവ് കമൻസ് കിട്ടിയ ഉടൻ തന്നെ ഒരു കാർഡ് ഇറക്കുക, വിധവ കാർഡ് ഇറക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൻ്റെ ഇരയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുക. അത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങൾ വളരെ ലേറ്റായിട്ട് ഫേസ്ബുക്കിൽ ചില ആൾക്കാർ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ കുറച്ച് ബാക്കിലാണ്. ഇനി ആ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ തിരുത്തുമെന്ന പ്രതീക്ഷ എനിക്കുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നീട് രേണു അല്ലെങ്കിൽ രേണുവിൻ്റെ കൂടെയുള്ളവർ ഈ കൊള്ളാൻ വലിയ പരിപാടി, ആളുകൾ വിമർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീച്ച് കൂടുമല്ലോ എന്നുള്ള പരിപാടി ഉപയോഗിക്കുന്നത് മനസ്സിലാകുമ്പോൾ അവർ തിരുത്തുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും രേണു തിരുത്തില്ല എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ഈ യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള ആളുകൾ ഇവർ വിമർശിക്കുന്നത് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാനത് പൂമാലയായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് മൈലാഞ്ചി ഇടാൻ പറ്റിയൊരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആല് മുളച്ചു കഴിഞ്ഞാൽ അതും തണലാണ് എന്ന് വിചാരിക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ അവരെ ഈ കാണിച്ചുകൊണ്ടിൽ നിന്ന് ഞാൻ സംസാരിക്കാം. പക്ഷേ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു പരിപാടി ഒരു ഉഡായിപ്പ് പ്രൊമോഷനായിട്ട് വന്നിരിക്കുകയാണ്. ഇല്ലീഗലായ ഒരു കാര്യം, ഇല്ലീഗലാണ് നമ്മളത് പലതവണ പറയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ നിലവിലെ സംവിധാനം അനുസരിച്ചിട്ട് ലോട്ടറി നടത്താനായിട്ടുള്ള ഒരു അവകാശം വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഇല്ല. കേരള സർക്കാരാണ് നടത്തുന്നത്. സർക്കാർ ഏജൻസിക്ക് മാത്രമാണ് നടത്താനുള്ള ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റേറ്റ് ലോട്ടറീസ് ആണ് അത് നടത്തുന്നത്. അല്ലാതെ ഉള്ളവർ നടത്തുന്നത് ഇല്ലീഗലാണ്. അത് ഇല്ലീഗലാണെന്നുള്ളതൊരു കാര്യം. രണ്ടാമത് ഈയിടെ നടന്ന പാണ്ടിക്കാട് കുഞ്ഞൻ, അതേപോലെ നാസർ, ഇവരൊക്കെ നടത്തിയുള്ള നറുക്കെടുപ്പ് നമ്മൾ കണ്ടതാണ്. ഞാനും അപ്പനും ഭദ്രയും അടങ്ങുന്ന ട്രസ്റ്റിനാണ് സമ്മാനം ലഭിക്കുന്നത്. അതും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൈ താഴേക്കിട്ട് ഏറ്റൊടിയുന്ന കഷ്ടപ്പെട്ട് ഒരുമാതിരി. പണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകും, തോട്ടിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ തോടിനരികിൽ നിൽക്കുന്ന തെങ്ങുകളുണ്ടല്ലോ, തെങ്ങിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിനടിയിലേക്ക് ഒരു പോതു പോലെ ഒരു അകത്തേക്ക് ഒരിടം പോലെ ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് മീനുകൾ വന്നിരിക്കുന്ന സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കൈയിട്ടിട്ട് നമ്മൾ മീനെ പിടിച്ചെടുക്കും. അതൊരു പ്രത്യേക സ്കില്ലാണ്. ചിലപ്പോൾ പിടിക്കുന്ന ഞണ്ടിലോ അല്ലെങ്കിൽ പാമ്പിലൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാലും അന്നത്തെ കാലം നമുക്ക് ആ റിസ്ക് ഒന്നും തോന്നില്ല. ഇത് 10ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞൻ കഷ്ടപ്പെട്ട് അടിയിൽ നിന്ന് പൊക്കിയെടുക്കുന്നു, നാസർ കയ്യിൽ നിന്ന് അടിയിട്ട് പൊക്കിയെടുക്കുന്നു. സമ്മാനം നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റിന് അങ്ങോട്ട് ലഭിക്കുന്നു. ഇത് എല്ലാവരും ചോദ്യം ചെയ്തു, കള്ളത്തരമാണ്, ഉടായ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ പലരും വിമർശിച്ചു ഈ കാര്യത്തിൽ. ഇപ്പോൾ രണ്ടാമത് ലോട്ടറി നടത്താൻ പോകുന്നതൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ നാട്ടിലൊരു അവസ്ഥ അനുസരിച്ചിട്ട് ഒരു വിഷയം വന്നു, ആ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവരും സംസാരിക്കും, മെല്ലെ മെല്ലെ അത് അണഞ്ഞു പോകും. അന്നേരം ഇതിൻ്റെ മുന്നിലുള്ളവരൊക്കെ മെല്ലെ മെല്ലെ സ്കൂട്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ആ വിഷയം സംസാരിക്കുന്നില്ല. എന്തായാലും ഈ ഒരു എക്സാമ്പിൾ തൊട്ടടുത്തുള്ളപ്പോൾ രേണു സുധി വേറൊരു വ്ളോഗറേയും കൂട്ടിയിട്ട് ഈ ഉടായ്പിന് കുടയും പിടിച്ചിറങ്ങിയിരിക്കുന്നത്. 500 വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് പറയുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്നത് 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. ആനന്ദലബ്ധിക്കിനി എന്ത് വേണം? 500 രൂപ ചിലവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 1 ഗ്രാം സ്വർണ്ണമെങ്കിലും കിട്ടുന്ന പ്രതീക്ഷ നമുക്കുണ്ട്. ഇപ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 10,267 അങ്ങനെ കണ്ടിട്ടാണ് ഇന്നത്തെ പ്രൈസ് എന്ന് തോന്നുന്നു. അപ്പോൾ 50 രൂപ മുതലാക്കിയാലും ഒരു സ്വർണ്ണ നാണയം കിട്ടിയാലും നമുക്ക് ലാഭമാണല്ലോ. 50 അല്ല 500 രൂപ മുതലാക്കിയാലും
അങ്ങനെ വിചാരിച്ചിട്ട് ഭാഗ്യപരീക്ഷത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമയം. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഒരാൾ വളരെ കൃത്യമായിട്ട് കമൻറ്റ് കൊണ്ടുവന്നിട്ടു, ഭാഗ്യപരീക്ഷ നടത്താനായിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകളെന്ന്. കൃത്യമായ നിരീക്ഷണമാണത്. പെട്ടെന്ന് നമ്മൾ പണക്കാരാകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ചാൻസ് എടുക്കാൻ തയ്യാറുള്ള ആളുകൾ ഇവിടെ ഒരുപാടുണ്ട്. അത്ര ആളുകളാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്. ഇപ്പം എന്താ ഇതിനൊരു പ്രത്യേകം കണ്ടെന്ന് വെച്ചാൽ അറിയാമോ? സെൻഡിക്കഥയില്ല. ആരെങ്കിലും ചികിത്സിക്കാനാണ്, മാരകരോഗമാണ്, കുടുംബം മൊത്തം ആത്മഹത്യയിലേക്ക് പോവുകയാണ്, കടക്കണിയിലാണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു റിയൽ എസ്റ്റേറ്റ് സ്കാമായി തുടങ്ങിയ സംഭവം. നേരത്തെ വ്യക്തിപരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. മെല്ലെ മെല്ലെ റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ കയറി പിടിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. ഇത് ഗവൺമെന്റ് നിയന്ത്രിച്ചില്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരൊക്കെ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് ഇത് ചെയ്യുകയും ചെയ്യും. കാര്യം ഇപ്പോൾ ഈ ഒരു കാര്യത്തെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19 ലക്ഷം രൂപയുടെ വീട്, പിന്നെ ആ വീടിന്റെ വിലയൊന്നും ഒരു കൃത്യമായിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ തോന്നുന്നില്ല. ഞാനത് കേട്ടാട്ടോ, എന്നാലും ഞാനൊരു ഏകദേശം പറഞ്ഞതേ ഉള്ളൂ. തിരുത്തലുണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു 10 ലക്ഷം രൂപയുടെ കാറ്, അപ്പോൾ ഒരു 50, ഇതൊക്കെ ഏകദേശം കണക്കാണുണ്ടോ. പിന്നെ സ്കൂട്ടി ഒരു 5 പേർക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം രൂപയാണ് സ്കൂട്ടിയുടെ വിലയെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു 6 ലക്ഷം രൂപ, അപ്പോൾ ഒരു 56 ആയി. പിന്നെ സ്വർണ്ണ നാണയം അത് 50 പേർക്കാണ് കൊടുക്കുന്നത്, അതൊരു 5 ലക്ഷം രൂപയുടെ അടുത്ത് എല്ലാം കൂടെ വരും. പക്ഷെ പിന്നെ ഇവർക്ക് കൊടുക്കാനുള്ള കുറച്ച് കാശുകളുണ്ടല്ലോ, ഈ പ്രൊമോട്ട് ചെയ്യുന്നവർ കാശ് കൊടുക്കണമല്ലോ. അങ്ങനെ മൊത്തത്തിൽ എങ്ങനെയെങ്കിലും കൂട്ടി റൗണ്ട് ചെയ്ത് 65-70 ലക്ഷം എന്ന് വിചാരിക്കും. ഇതാണ് മൊത്തത്തിലൂടെ ഇൻവെസ്റ്റ്മെന്റ്. 500 രൂപയുടെ ലോട്ടറി എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ഇത് എടുക്കും. 1000 രൂപ എന്ന് പറയുന്നതിനേക്കാൾ സാധ്യത കൂടുതലാണ് 500 രൂപയുടെ ലോട്ടറി എന്ന് പറയുമ്പോൾ. ഒരെണ്ണം വാങ്ങാൻ സാധ്യതയുള്ളവൻ 2 എണ്ണം വാങ്ങും. അപ്പോൾ നേരത്തെ ഒരു 8,000 ചില്ലാനൊക്കെയാണ് മറ്റേ നാസർ വിറ്റ ലോട്ടറി. അതപ്പോൾ ഒരു 16-20 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന തുക ഏകദേശം 1 കോടി രൂപ, 1 കോടിയിൽ പരം രൂപ എന്തായാലും കിട്ടും. ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് ആലോചിക്കണം. 70 ലക്ഷം രൂപ അടുത്തുപോലും. അത് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് പറഞ്ഞാൽ 70 ലക്ഷമാണ്. 30 ലക്ഷം രൂപ ലാഭം. ലോകത്ത് ഒരു വീട് വിറ്റാലും ഈ കാശ് കിട്ടില്ല. അൺലെസ് നമ്മളത് വാങ്ങി കുറേ നാൾക്ക് ശേഷം ആ ലാൻഡിന്റെ വാല്യൂ വർദ്ധിച്ച്, ആ പ്രദേശത്തിന്റെ വാല്യൂ വർദ്ധിച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി വരുന്നൊരു മാറ്റമല്ലാതെ പെട്ടെന്ന് ഒരു പുതിയ വീടൊക്കെ വെച്ചിട്ട് അത് മറച്ചു വിറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന പൈസയൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ സ്കാമായി മാറുമെന്ന് ഞാൻ പറയുന്നത്. പല ആളുകളും ഇത് പരീക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കും. ഒരു വീട്, പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു നറുക്കെടുപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ക്യാഷ് ഒന്നും ഷോറൂമിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാറിനായാലും അല്ലെങ്കിൽ ബൈക്കിനായാലും ഒന്നും നമ്മൾ റെഡി ക്യാഷ് ഷോറൂമിൽ കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നീട് നമ്മളിത് പിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാശ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ സമ്മാനം കിട്ടുന്ന ആളുടെ പേരിൽ നമ്മൾക്ക് പിന്നീട് കൊണ്ടുപോയി ബുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾക്ക് കൊടുക്കേണ്ട പണം ടിക്കറ്റ് വിറ്റ് നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പം ഈ പറയുന്ന സ്വർണ്ണ നാണയമായാലും മാരുതിക്കാറായാലും ഇതൊക്കെ നമ്മൾക്ക് പണം കിട്ടുന്നതനുസരിച്ച് മേടിച്ചാൽ മതി. എങ്ങാനും ഈ പണം കിട്ടിയില്ലെങ്കിൽ നറുക്കെടുപ്പിന്റെ തീയതി നീട്ടി വെക്കുമല്ലോ. ആരാ ചോദിക്കാനും പറയാനുള്ളത്? എന്തായാലും നറുക്കെടുപ്പിന്റെ കഥ കൂടി പറയുന്നത് കേട്ടോ വെക്കാം. വളരെ സിൻസിയറായ നറുക്കെടുപ്പായിരിക്കും എന്നാണ് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി. കാരണം നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മളെത്ര കണ്ടിട്ടുണ്ടെന്ന് അറിയാം ഈ പരിപാടിയൊക്കെ. ലൈവായിട്ട് നറുക്കെടുക്കുന്നു. അത് ചെറിയ നറുക്കെടുപ്പാണോ? മേലിൽ കുഴച്ച് മരത്തിട്ട് ഏറ്റവും അടിയിൽ നിന്ന് പോയിട്ട് തിരികെ എടുക്കുന്ന പരിപാടി. നമ്മളൊക്കെ വലിയ ഭാഗ്യവന്മാരാ. ഇത്രയും ഭാഗ്യം ലോകത്ത് ആർക്കും വരാനില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് ദിവസം കാണാൻ നിങ്ങൾക്ക് കിടിലൻ ഓഫറാണ്. വീടുകളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ ബാൽക്കണി നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചൺ ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും പിന്നെ 2500 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ പിന്നെ എന്തുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത്? കേൾക്കുന്നവന് ബോധം തോന്നല്ല. വെറുതെ അങ്ങോട്ട് അടിച്ചടിച്ച് കയറ്റി. 2500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ സോഫയിൽ ഇതൊക്കെ അവിടെ ഉണ്ടാവും. 3 ബെഡ്റൂം ഉള്ളതും ഒരു വലിയ ഹോളുള്ളതും കിച്ചൺ ഉള്ളതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് വീട് മൊത്തത്തിൽ കണ്ടിട്ട് എനിക്കറിയില്ല കേട്ടോ, എൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് ഒരു ഒപ്പിച്ച് വെച്ച വീടായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തോ ഇനിയിപ്പോൾ വാങ്ങുന്നവൻ്റെ അവന് ഇനിയില്ലെങ്കിൽ സമ്മാനം കിട്ടുന്നവനൊക്കെ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിവരണം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവം വീട്ടിലുണ്ട് കേട്ടോ. അപ്പൊ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മളിതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിശ്വസിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂയിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെളിച്ചവും വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ബാൽക്കണി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെട്ടം വെളിച്ചൊന്നും കിട്ടില്ല. നമ്മുടെയൊക്കെ ബാൽക്കണി എങ്ങനെയാണോ എനിക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ബാൽക്കണി സാധാരണ ഇതിൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടവും വെളിച്ചവും രണ്ടും കൂടിയൊക്കെ വരും, കാറ്റും വരും. പിന്നെ ഇവിടെ എന്താണ് പ്രത്യേകം എനിക്കറിയാം. ഇനിയിപ്പോൾ മറ്റേ ഇടുക്കിയിലെ പാട്ട് പറയുന്നില്ല, ഇവിടത്തെ കാറ്റെന്നല്ലതൊക്കെ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഉള്ളത് റോഡ് സൈഡിൽ ഞാൻ കണ്ടില്ല ഗൈസ് അവിടെ മൊത്തം പരിധി നോക്കി ഒരു വയൽവാരം കാണുന്നുണ്ട്.
പിന്നെ എന്തൊരു ഓപ്പൺ ഒരു സ്പേസ് കാണുന്നുണ്ട്, പിന്നെ ഒരു പച്ച കളറിലെ വേലി കാണുന്നുണ്ട്. ഇതെവിടെയാണ് ഗൈസ് റോഡ്? എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആ റോഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ റോഡൊന്ന് വിഷ്വൽ എടുക്കണമെന്ന് കാണിക്കണ്ടേ, മുമ്പിൽ റോഡുണ്ടെന്നുള്ളത് ആ ബോധമെങ്കിലും കാണിക്കണ്ടേ. അപ്പോൾ എവിടെയോ റോഡ് സൈഡാണെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാശ് കൊടുത്ത് പെട്ട് കഴിയുമ്പോൾ പറയാം റോഡ് സൈഡാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നാളെ ഞാൻ വയൽ വഴി വല്ല റോഡ് വരുന്നുണ്ടോയെന്ന് നമുക്കാർക്കും അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് പരസ്യം വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഇതിൻ്റെ പുറകെ ഓടും, എത്രയൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ ഓടും. എന്നാലും ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി, അതായത് എടുക്കണേക്കാളും ഒന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ രേണുസുധിക്കെതിരെ എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. അവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ഉഡായ്പകൾ കണ്ടു പോയി വീഴുന്നവർ. എന്തായാലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് സംഭവം വന്നുകൊണ്ട് ഞാനൊരു RTI ഫയൽ ചെയ്തിട്ടുണ്ട്. 3 ചോദ്യങ്ങളാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ സംഭവം നിയമവിധേയമാണോ? രണ്ടാമത്തെ കാര്യം, നിയമവിധേയമല്ല എങ്കിൽ ഇതുപോലെ ലോട്ടറി നടത്തുന്നവർക്കെതിരെയും അത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസിനെതിരെയും എന്ത് നടപടിയാണ് എടുക്കുന്നത്? മൂന്നാമതായിട്ട്, ഇത് നിയമവിധേയമാണെങ്കിൽ ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൗസ് ലോട്ടറികളൊക്കെ നിയമവിധേയമാക്കിയിട്ടുള്ളത്? ഇത് 3 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. പക്ഷേ സാധാരണഗതിയിൽ RTI ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുൻകാല പരിചയം വെച്ച് ഒരു 1.5-2 മാസം എടുക്കും ഇതിൻ്റെ റിപ്ലൈ വരാൻ. എന്തായാലും ഓഗസ്റ്റ് 15 മുമ്പ് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതെടുക്കാൻ പോകുന്ന ആൾക്കാരോടാണ്. രേണുസുധിക്ക് കാശ് കിട്ടും ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കൂടെ നടന്ന് അടിപൊളി എന്ന് ഇമ്പോസിഷൻ പറയുന്നവനും കാശ് കിട്ടും. കാശ് പോകാൻ പോകുന്ന നമ്മളുടെയാണ്. നമ്മൾ ഈ സ്വപ്നമൊക്കെ കണ്ടിട്ടിരുന്ന ഒരു തമിഴ് പാട്ടുണ്ടല്ലോ, ഈയിടക്ക് റീലിടക്കിടെ കേൾക്കുന്നതാണ്. ആസൈ പുന്നകൈ മൂഞ്ചിയിൽ മൂഞ്ചി ഇരിക്കേണ്ടി വരും. കാരണം നമ്മുടെ കയ്യിലെ കാശാണ് പോകുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.